നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ പൈതൃകത്തിലും യോജിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയല്ല ശ്രീമതി സത്യഭാമ നടത്തിയിരിക്കുന്നത്. ഈ പിണറായി വിജയൻ ഈ സത്യഭാമയെ അറസ്റ്റ് ചെയ്യണം. അട്രോസിറ്റി ആക്ട് അനുസരിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കണം. ജാതി വെറി പൂണ്ട് നടക്കുന്ന മനുഷ്യരാണ് കേരളത്തിൽ ഉള്ളത് എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ്. നമസ്കാരം. കറുപ്പ് നിറത്തെ അധിക്ഷേപിച്ച RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ച കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധം ഉയർന്നു വരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് KM ട്രസ്റ്റ് ഭാരവാഹികൾ. KM ട്രസ്റ്റ് എന്ന് പറയുന്നത് സാംബവ സമുദായത്തിൻ്റെ സമുദായ ആചാര്യനായിട്ടുള്ള കാവാരികുളം കണ്ണൻകുമാരൻ്റെ സ്മരണ നിലനിർത്തുന്നതിനായി കേരളത്തിൽ ആദ്യമായിട്ട് രൂപീകരിച്ചൊരു ട്രസ്റ്റാണ്. ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആളാണ് RLV രാമകൃഷ്ണൻ. അദ്ദേഹത്തിനെതിരായി ഇതുപോലൊരു നീചമായ ഒരു പാർശ്വവൽക്കരണം ഉണ്ടായപ്പോൾ അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാണ്. തീർച്ചയായിട്ടും ഇത് മുളയിലേ നുള്ളിയില്ലെങ്കിൽ നമ്മുടെ ഭാവിയിൽ വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അതുപോലെ നിറമില്ലാത്തവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും മത്സരത്തിന് പങ്കെടുക്കാനായിട്ട് സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും അതുപോലെ അംഗവിഹീനരായിട്ടുള്ളവർക്കും മാർജിനലൈസ് ചെയ്തിട്ടുള്ളവർക്കുമൊക്കെ അവരുടെ കഴിവുകൾ അവതരിപ്പിക്കുവാനും അതിന് മത്സരത്തിൽ പങ്കെടുക്കുവാനും സമ്മാനാർഹരാകുവാനും ഈ സമൂഹത്തിൽ തുല്യനീതിയോടുകൂടി അവർക്ക് ജീവിക്കുവാനുമുള്ള അവകാശങ്ങളുണ്ട്. നമ്മുടെ ഭരണഘടന തരുന്ന ഒരു വലിയ സ്വാതന്ത്ര്യമാണത്. പക്ഷേ അതിനെയൊക്കെ ഹനിക്കുന്ന രീതിയിലാണ് ഇങ്ങനെയുള്ള ആളുകളുടെ പ്രസ്താവനകൾ പോരുന്നത്. അതിനെയൊക്കെ പിന്തുണയ്ക്കുന്ന ഏതാൾക്കാരാണെങ്കിലും അവരൊക്കെ ഈ സമൂഹത്തിൽ നിഷേധിക്കപ്പെടേണ്ടതാണ്. നമുക്ക് ഭരണഘടന നമുക്ക് തരുന്ന ആ നീതിയും ആ സമത്വവും നമുക്ക് കാത്തു സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യ കാര്യമാണ്. ഇതിപ്പോൾ ഇതിനൊരു തീർച്ചയായും തീരുമാനം ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെ പൊതുവേദിയിൽ വന്ന് ഇങ്ങനെയുള്ള ആളുകളെ പറ്റിയുള്ള അപഖ്യാതി പറഞ്ഞുണ്ടാക്കുകയും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ സമൂഹത്തെയും നിറത്തെയും ഒക്കെ വേർതിരിച്ച് കാണുന്ന സമൂഹത്തെ തന്നെ സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇങ്ങനെയുള്ള ആളുകളെ അവർ അർഹിക്കുന്ന ആ ഒരു അവഗണനയോടുകൂടി അവരെ അറസ്റ്റ് ചെയ്യുകയും അവരെ തുറങ്കിലടയ്ക്കുകയും മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്താലേ ഇങ്ങനെയുള്ള ആളുകൾ ഇനിയും മുമ്പോട്ട് വരാതിരിക്കുകയുള്ളൂ. അപ്പോൾ അതിനുള്ളൊരു ചവിട്ടുപടി എന്നുള്ള രീതിയിൽ ട്രസ്റ്റ് ഇതിൻ്റെ കേസിൽ പങ്കാളികളായിട്ടിരിക്കുകയാണ്. അതിൻ്റെ കേസുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. കലാ സാംസ്കാരിക രംഗത്ത് അവർക്ക് എന്താ പറയാനുള്ളത്? സംസ്കാരം എന്താണെന്ന് ഈ സ്ത്രീക്ക് അറിയാമോ? ഞങ്ങളുടെ സംസ്കാരത്തെ ചോദ്യം ചെയ്യുന്ന ഞങ്ങളുടെ ജാതിയെ അധിക്ഷേപിച്ചാൽ ഇതല്ല, ഈ സമരമൊന്നുമല്ല. ഇപ്പം ഞങ്ങൾ നേതാക്കന്മാർ മാത്രമേ വന്നിട്ടുള്ളൂ. ഞങ്ങളുടെ ജനങ്ങളെ ഒന്നാകെ പങ്കെടുപ്പിച്ചുകൊണ്ട് സത്യഭാമയല്ല ആരായാലും ഞങ്ങൾ മുന്നോട്ട് പോകും. എവിടെ കെട്ടണം അവിടെ കൊണ്ട് ഞങ്ങൾ കെട്ടും. ഈ സ്ത്രീയെ ഞങ്ങൾ വെറുതെ വിടത്തില്ല. ഒട്ടും സഹിക്കാൻ വയ്യാത്ത കാര്യമാണ് ഇവരുടെ നാവിൽ നിന്ന് ദിവസങ്ങളായിട്ട് ഒന്ന് പറഞ്ഞു അറിവുകേടുണ്ടാകുന്ന വെക്കാം. അത്ര രീതിയാണ് ഒരു സംസ്കാരമില്ലാത്ത ഭാഷയിലുള്ള സംസാരം. എന്താ കറുത്തവർക്ക് കുഴപ്പം? ഇവിടുത്തെ കറുത്തവരില്ലെങ്കിൽ ഇന്ന് ഈ നാട് ഈ ഗതിയിലെത്തുമോ? ജാതി വെറി പൂണ്ട് നടക്കുന്ന മനുഷ്യരാണ് കേരളത്തിൽ ഉള്ളത് എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ്. ഒരു സ്ഥാപനത്തിൻ്റെ പേര് പറഞ്ഞ് വ്യാജ പേരെന്നാണ് എല്ലാവരും പറയപ്പെടുന്നത്. കാരണം യഥാർത്ഥ കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്നത് അവർ മരിച്ചിട്ട് വർഷങ്ങളായി. ഇപ്പോൾ ഏതൊക്കെ രീതിയിൽ ഒരു നൃത്തം അഭ്യസിച്ച് സ്വന്തം ഭർത്താവിനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി, സ്വന്തം മോനെ അടിച്ചിറക്കി, സ്വന്തം മോൻ്റെ ഭാര്യയെ അടിച്ചിറക്കി ഇത്യാദി വൃത്തികേടുകളെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സത്യഭാമ എന്ന് പറഞ്ഞ സ്ത്രീ നടത്തിയ ഈ അധിക്ഷേപം കേരളത്തിലെ മൊത്തം ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം ഈ പ്രസ്താവന വന്നതിന് ശേഷം കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള സാംസ്കാരിക കലാകാരന്മാർ ഒത്തടങ്കം RLV രാമകൃഷ്ണന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ ഇടങ്ങളിൽ ധർണ നടത്തുകയും പ്രക്ഷോഭം നടത്തുകയും ഉണ്ടായി. KM ട്രസ്റ്റും അതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട പോലീസ് മേധാവിക്ക് പരാതി കൊടുക്കുകയും കേസെടുക്കും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം നമുക്ക് തരികയുണ്ടായി. അങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക നായകന്മാരെ ഒന്നടങ്കം ഈ ഒരു പ്രവൃത്തിയിലൂടെ അവർക്കെതിരെ തിരിച്ചുവിട്ട ശ്രീ സത്യഭാമയെ ഈ കേരളത്തിൻ്റെ ഈ കലാമണ്ഡലം എന്നുള്ള പേര് അവർക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് കലാമണ്ഡലത്തിൻ്റെ ചെയർമാൻ തന്നെ പത്രപ്രസ്താവന ഇറക്കിയിട്ടുള്ളതാണ്. സ്ത്രീക്കെതിരെ കേസെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കേരളത്തിലെ
ശ്രീ കാവാരിക്കുളം കണ്ണൻകുമാറിൻ്റെ പേരിൽ കേരളത്തിൽ ആദ്യമായിട്ട് രൂപീകൃതമായ KM ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധ ധർണയാണ് ഇന്നിവിടെ നടക്കുന്നത്. നവോത്ഥാന നായകന്മാർ നേടിയെടുത്ത പൈതൃകത്തെ ആകെ തന്നെ, നവോത്ഥാന കേരളത്തിൻ്റെ ചരിത്രത്തെ ആകെ തന്നെ അട്ടിമറിക്കും വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചില തൽപര കക്ഷികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു രാമകൃഷ്ണനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഒരു അതുല്യ കലാകാരനായ ജാസി ഗിഫ്റ്റിനും ഇതേപോലെയുള്ള ഒരു അനുഭവം നമ്മുടെ സംസ്ഥാനത്തുണ്ടായി. അന്നും ചില പ്രതിഷേധങ്ങൾ, ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നുവെങ്കിലും ഇന്ന് ജാതിയുടെയും വംശത്തിൻ്റെയും നിറത്തിൻ്റെയും ഒക്കെ പേരിൽ തന്നെ ഒരു ഉന്നത കലാപീഠത്തിലെ പേരും വെച്ചുകൊണ്ട് അവർ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കറുത്തവർ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല എന്നാണ് ശ്രീമതി സത്യഭാമ അവകാശപ്പെടുന്നത്. അവിടെ ചോദിക്കേണ്ട ചില കാര്യങ്ങൾ പ്രസക്തമായിട്ടുണ്ട്. കറുത്തവർക്കാണോ കുഴപ്പം? ബാക്കിയുള്ളവർക്കെല്ലാം ഇത് കളിക്കാൻ പറ്റുമോ? അവർ പറയുന്നത് സൗന്ദര്യമുള്ളവർക്ക് മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിക്കാം, നാട്യശാസ്ത്രത്തിൽ പറയുന്ന ഭരതമുനി അത് പുരുഷനല്ലേ? നടരാജൻ പരമശിവൻ പുരുഷനല്ലേ? അല്ലേ? അപ്പം നാട്യശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാക്കളടക്കം നാട്യകലയുടെ ഉപജ്ഞാതാവായിട്ടുള്ള പരമശിവൻ അടക്കമുള്ള പുരുഷന്മാരല്ലേ ഈ നൃത്തത്തിന് രൂപം കൊടുത്തത് തന്നെ. അവർ നൃത്തം കളിക്കുന്നതിലും അവർ കറുത്തവരായതുകൊണ്ട് ഈ സത്യഭാമയ്ക്ക് അതിനോട് അലർജിയാണോ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്തെ വരുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ വികാരത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് അവർ ആ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് വിവിധ നിറങ്ങളിലുള്ള ആളുകളുണ്ട്. നിറവെന്ന് പറയുന്നത് ഒരു എന്താണ് നിറവെന്ന് പറയുന്നത് ഒരു പൈതൃകത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്, പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇവിടെ കേരളീയരെന്ന് പറയുമ്പോൾ ദ്രാവിഡ സംസ്കാരത്തിൻ്റെ സന്തതി പരമ്പരകളിൽപ്പെട്ടവരാണ്. ദ്രാവിഡ സംസ്കാരത്തിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവരെല്ലാം മിക്കവാറും എല്ലാവരും കറുത്തവരാണ്. ആര്യന്മാരുടെ വരവോടുകൂടിയാണ് ഇവിടെ സങ്കലിത രൂപമുണ്ടായതും ഈ നിറമാറ്റങ്ങളൊക്കെയും കേരളത്തിൽ സാധ്യമായത്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തെ ജനവിഭാഗങ്ങളിൽ ബഹുഭൂരിപക്ഷവും കറുത്ത നിറമുള്ളവരോ അല്ലെങ്കിൽ ദ്രാവിഡരോ ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിർബാധം നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് വളരെ ലജ്ജാകരവും നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ പൈതൃകത്തിനും യോജിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയല്ല ശ്രീമതി സത്യഭാമ നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഇത് RLV രാമകൃഷ്ണൻ്റെ പേരിൽ മാത്രമല്ല, ഒരു ജാസി ഗിഫ്റ്റിൻ്റെയോ ഒരു പത്തളംപാലിൻ്റെയോ അല്ലെങ്കിൽ അനുഗ്രഹീത കലാകാരന്മാരെയും അതുപോലെ തന്നെ മെച്ചപ്പെട്ട ജീവിത നിലവാരമുള്ളവരെ തന്നെ ആകെ തന്നെ അവരെ അധിക്ഷേപിക്കുന്നതിനും ഈ ജനവിഭാഗത്തെ ആകെ അടിച്ചമർത്തുന്നതിനുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ പ്രസ്താവന ഇവർ നടത്തിയിട്ടുള്ളത്. ഇത്രയെല്ലാം പ്രതിഷേധങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടും അതിൽ ബഹുമാനപ്പെട്ട പോലീസിന് പരാതികൾ പല ഭാഗത്തു നിന്നും കിട്ടിയിട്ടും അതിലൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത്. ഇവർ പറയുന്നത് ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല, ആരെയും അധിക്ഷേപിച്ചിട്ടില്ല എന്നുള്ള വാദത്തിലാണ് ഉറച്ചു നിൽക്കുന്നത്. എങ്കിൽ ചാലക്കുടിക്കാരൻ നർത്തകൻ ആരാണെന്ന് സത്യഭാമ വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ആരാണ് ചാലക്കുടിക്കാരൻ എന്നുള്ളത് സത്യഭാമ വെളിപ്പെടുത്തണം. ആരാണ് കറുത്ത നിറമുള്ള ഡാൻസുകാരൻ എന്ന് സത്യഭാമ വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ഈ കലാഭവൻ മണിയുടെ അനിയനായിട്ടുള്ള RLV രാമകൃഷ്ണന് നേരെയുള്ള വിരൽ ചൂണ്ടലാണെങ്കിൽ പോലും ഒരു സമൂഹത്തെ ആകെ തന്നെ കരിവാരിത്തേക്കുന്നതിനും അവരുടെ മനോവീര്യം തകർക്കുന്നതിനും അവരെ അടിമകളായി കാണുന്നതിനുമുള്ള ഗൂഢശ്രമത്തിൻ്റെ ഭാഗമാണെന്ന് നമുക്കെല്ലാം ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ സമസ്ത ജനവിഭാഗങ്ങളും ഈ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വരികയും പ്രക്ഷോഭ സമരങ്ങളിലേക്ക് നടന്നെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇത്രയുമായിട്ടും നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റോ അല്ലെ പോലീസ് മേധാവികളോ ഈ കാര്യത്തിൽ ഒരു നടപടി സ്വീകരിച്ചതായിട്ട് നമുക്കിതുവരെയും ദൃശ്യമാധ്യമങ്ങളിൽ കൂടിയോ പത്രമാധ്യമങ്ങളിൽ കൂടിയോ നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. ശ്രീ കലാഭവൻ മണിയുടെ സഹോദരൻ ഡോക്ടർ RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ച് കേരളത്തിൻ്റെ കറുത്ത വിഭാഗം ജനങ്ങളെ അധിക്ഷേപിച്ച് മാനം കെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സത്യഭാമ സ്വന്തം മരുമകളുടെ താലിയെറുത്ത് തിരുവനന്തപുരം കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ
സ്ത്രീ പീഡനത്തിന് കേസെടുത്ത് ജയിലിലായ ശ്രീമതി സത്യഭാമ കറുപ്പിൻ്റെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ ഏത് PhD എടുത്തിരുന്നാലും MPhil എടുത്തിരുന്നാലും അയാൾ കറുപ്പാണെങ്കിൽ അയാൾക്ക് മോഹിനിയാട്ടം നൃത്തം കളിക്കുവാൻ പാടില്ല, മോഹിനിയുടെ ഭാവം വരില്ല എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന 66 വയസ്സായ ശ്രീമതി സത്യഭാമേ, സാധാരണ ആൾക്കാർ പ്രായം ചെല്ലുന്തോറും അറിവുകൾ കൂടുകയും മനസ്സ് വികസിക്കുകയും പക്വത കൂടിക്കൊണ്ടിരിക്കുകയുമാണ് സാധാരണ നമ്മൾ കാണുന്നത്. എന്നാൽ 66 വയസ്സായ സത്യഭാമേ, മനസ്സ് പ്രായം ചെല്ലുന്തോറും ഇടുങ്ങി വരികയും നിന്റെ മനസ്സ് അഴുകി ചീഞ്ഞളിച്ച് വൃത്തികെട്ട മനോഭാവത്തിൻ്റെ ഉടമയായി തീരുകയുമല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിന്റെ മനസ്സ് വിവരമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, സംസ്കാരമില്ലാത്ത മനസ്സിൻ്റെ ഉടമയായതുകൊണ്ട് മാത്രമാണ് നീ ഇത്തരത്തിൽ ഇവിടുത്തെ ഒരു വിഭാഗം ജനങ്ങളെ, പ്രത്യേകിച്ച് ഡയറക്റ്റായിട്ടാണ് പറഞ്ഞതെങ്കിലും ചാലക്കുടിക്കാരൻ ഒരു കറുപ്പൻ, കലാമണ്ഡലത്ത് ചെയർപേഴ്സണായിരുന്ന ശ്രീ KPSC ലളിതയോട് വാഗ്വാദം നടത്തിയവൻ ഇന്നെല്ലാം പറഞ്ഞ് അധിക്ഷേപിക്കുകയുണ്ടായി. ദിവസേന ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമായ പരമശിവൻ, ശ്രീകൃഷ്ണൻ, ഇവരുടെ നിറങ്ങൾ കറുപ്പല്ലേ? നീ രാവിലെ എണീറ്റാൽ പരമശിവനെ വിളിക്കുകയും ശ്രീകൃഷ്ണനെ വിളിച്ച് ആരാധിക്കുകയും ചെയ്യല്ലേ? അപ്പോൾ നീ നിറത്തിൻ്റെ പേരിലല്ല നമ്മുടെ പ്രിയപ്പെട്ട രാമകൃഷ്ണനെ അധിക്ഷേപിച്ചിരിക്കുന്നത്, ജാതിയുടെ പേരിൽ മാത്രമാണ് പ്രിയപ്പെട്ട രാമകൃഷ്ണനെ അധിക്ഷേപിച്ചത്. ബഹുമാനപ്പെട്ട DGPക്ക് ഞങ്ങൾ പരാതികൾ കൊടുത്തിട്ടുണ്ട്. അതിന് വ്യക്തമായ സെക്ഷനുകൾ ഇവിടുത്തെ നിയമപുസ്തകത്തിലുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 പ്രകാരവും 1976 പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട് പ്രകാരവും ഈ സ്ത്രീയെ കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുവാൻ ബാധ്യസ്ഥരായ പോലീസ് അത്തരത്തിൽ ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ അവിടെ 1 മണിക്കൂറോളം ആ വാർത്ത കണ്ടുകൊണ്ടിരുന്ന ഒരു എളിയ പ്രവർത്തകനാണ്. ഈ സത്യഭാമയും പൊതുസമൂഹം മനസ്സിലാക്കണം, ഈ മോഹിനിയാട്ടം എങ്ങനെ വന്നു. നമ്മുടെ പാലാഴി മദനം നടക്കുന്ന സമയത്ത് ജരാനര ബാധിച്ച ദേവന്മാരും അതുപോലെ തന്നെ അമൃത് കടഞ്ഞെടുക്കുന്ന പാലാഴിയിൽ നിന്ന് അമൃത് കടഞ്ഞെടുത്ത് ആ അമൃത് കൊണ്ടുപോയി അസുരന്മാർ കയ്യേറ്റം ചെയ്ത് കൊണ്ടുപോയി അവർ ഭക്ഷിച്ചാൽ അവർ അമരന്മാരാകും എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ ആ അമൃത് തിരിച്ച് ദേവന്മാർക്ക് കൊണ്ടുപോകണം. ദേവന്മാരെല്ലാം ദേവിമാരും എല്ലാം ജരാനര ബാധിച്ചു സ്തംഭിച്ചു കിടക്കുകയാണ്, അവർക്ക് ആരോഗ്യത്തിന് തകരാറാണ്. അങ്ങനെ മോഹിനി രൂപം കൊണ്ട മഹാവിഷ്ണു, ബ്രഹ്മാവിഷ്ണു മഹേശ്വരൻ, ആ വിഷ്ണു ഭഗവാൻ മോഹിനി രൂപം കൊണ്ട് അമൃത് കൊണ്ടുവന്ന് ദേവന്മാർക്ക് കൊടുത്തു. അതാണ് പുരാണ ഇതിഹാസങ്ങളിൽ എഴുതിയിരിക്കുന്നത്. ആ അമൃത് ഭക്ഷിച്ച് അമരന്മാരായി. ആ അമൃത് ഭക്ഷിച്ച് അമരന്മാരായപ്പോൾ അതിൽ നിന്നും ആണ് ബ്രഹ്മാവിഷ്ണുവിൻ്റെ പുത്രനാണ് ശബരിമലയിൽ ധർമ്മശാസ്താവും. ആ രൂപം എനിക്കൊന്ന് ദർശിക്കണം, കാണണമെന്ന് പറഞ്ഞ് പരമശിവൻ ഈ മോഹിനി രൂപം തിരിച്ചൊന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മോഹിനിയാട്ടം ഇവിടെ വന്നത്. ഈ ധിക്കാരിയായ കാമത്തിലിടേണ്ട സാഹചര്യം കഴിഞ്ഞിരിക്കുന്നു, നെറികേടാണ് കാണിച്ചിരിക്കുന്നത്. ആ മോഹിനിയാട്ടം ഈ രാജ്യത്ത് പുരുഷന്മാരാണ് ആദ്യം കൊണ്ടുവന്നത്. ബ്രഹ്മാവിഷ്ണു മഹേശ്വരൻ വിഷ്ണു ഭഗവാൻ കൊണ്ടുവന്ന ആ മോഹിനിയാട്ടത്തെ ധിക്കാരപരമായ സാഹചര്യം കലാരംഗത്ത് വരരുത്. ഇവളെ വീടിൻ്റെ വകയാണോ ഇവൾ അത്ര ധിക്കാരി? ഈ തിരുവനന്തപുരത്താണ് അവളെ താമസിക്കുന്നത്. എന്തുകൊണ്ട് അട്രോസിറ്റി ആക്ട് അനുസരിച്ച് പോലീസ് അധികാരികൾ കേസെടുക്കുന്നില്ല? ഈ പിണറായി അതിന് ആ സത്യഭാമയ്ക്ക് അനുകൂലമാണ്. മനയാദത്തെ വാർത്തയിലെ ചാനലിലോട്ടുണ്ട്. ഇത് രാഷ്ട്രീയമല്ല, ഇത് രാഷ്ട്രീയം ഇതിനകത്ത് ആരുമില്ല, ഇതിൽ വിവിധ രാഷ്ട്രീയ ഉള്ളവരുണ്ട്. പക്ഷേ ഈ സമരം ഈ സമൂഹത്തിൻ്റെ സമരമാണ്. ഈ പിണറായി വിജയൻ ഈ സത്യഭാമയെ അറസ്റ്റ് ചെയ്യണം, അട്രോസിറ്റി ആക്ട് അനുസരിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കണം.